സ്കാനിങ് കഴിഞ്ഞു. കാണത്തക്ക രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ എന്തെങ്കിലും അസ്വസ്ഥത വല്ലതും ഉണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, റിപ്പോർട്ട് വന്നിട്ട് ബാക്കി പറയാം. എന്നാ ഇച്ചാൻ പോയിട്ട് ബില്ലൊക്കെ അടച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഡോക്ടറോട് സ്കാനിങ് കാണണ്ടേ? ഇല്ല, ഞാൻ ഡോക്ടറുമായിട്ട് ഇടയിൽ പോയിട്ട് പോവാം. അപ്പം ഞാൻ അവിടെ വരാം. ശരി. അതെ ഡോക്ടറെ. പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെയാണോ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക്? പ്രസവിക്കാനും ആരോഗ്യമില്ല, ഗർഭപാത്രത്തിനിട്ട് കട്ടിയുമില്ല. എന്നാ ചെയ്യാനാ? രണ്ടും രണ്ട് പാത്രം ആവുന്നവരെ എനിക്ക് മനസ്സിൽ തീയ. അതെ അമ്മേ, ഡോക്ടർ ഇപ്പം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അമ്മേ. അല്ല, ഫുൾ റെസ്റ്റ് വേണമെന്നല്ലല്ലോ പറഞ്ഞത്. ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യാമേ. വേണ്ട വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു പണിയും ചെയ്യണ്ട. അതൊക്കെ ഞാൻ ചെയ്യുവോ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കുഞ്ഞ്, അതാദ്യം വേണ്ട നമുക്ക്. അതിനിപ്പോൾ നന്നായിട്ട് അങ്ങ് റെസ്റ്റ് എടുക്ക്. ഇവിടുത്തെ പണി ചെയ്യാനെന്നേ എടാ അവളെ അങ്ങ് വിളിച്ചോണ്ട് വാ. കൊച്ചുങ്ങൾക്കൊക്കെ അവധിയും അല്ലേ, അവളോട് 2-3 ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ പറ. അല്ലെങ്കിൽ എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റിയല്ല. നമ്മൾ മേടിച്ച ഫ്രൂട്ട്സ് എന്താ ചായ? എടുത്തിട്ട് അനിയേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടി ഒന്ന്. എന്നാ അമ്മേ? എടി ഇതൊന്നേ മേളിലോട്ട് കൊണ്ടുപോയി വെച്ചതാ, ഞാനും വിരിക്കാൻ കൂടാ. അമ്മ ഈ പറയത്തക്ക വിഷമമൊന്നും ഞാൻ നിമ്മിയിൽ കാണുന്നില്ല. ചുമ്മാ ഇപ്പം ഈ തുണിയാണെങ്കിലും അമ്മ മേളിൽ കൊണ്ടുപോയി വെച്ചാൽ എൻ്റെ കൂടെ ഒന്ന് വിരിക്കാൻ വന്നൂടെ? വേണ്ട, ഈ സ്റ്റെപ്പ് മൊത്തം കയറി ഇപ്പം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടി നീ എനിക്കിവിടെ കൈസഹായത്തിന് വന്നാണോ, ഞങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നാണോ? നീ ഞാൻ പറയണ പണി എങ്ങനെ നീ മേളിൽ കൊണ്ടുവെക്ക്, ഞാനും പതുക്കെ കയറി വരാം. അമ്മേ, ഞാനും പ്രസവിച്ചതാ കേട്ടല്ലോ. എന്നെ കൊണ്ട് എല്ലാ പണിയും അമ്മ ചെയ്യിക്കുമായിരുന്നല്ലോ. നിന്റെ ഗർഭം പോലെ അല്ല അവളുടെ ഗർഭം. ഗ്യാസ് കയറിയെന്നാ തോന്നുന്നേ. എന്തേലും കഴിക്കാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. വേണ്ട, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ ചോറ് കിട്ടുന്ന സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോവാം. വേണ്ട, അത് കഴിച്ച് ഞാൻ ഛർദിക്കും. ബിരിയാണി പോ. കൊച്ചിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, ചവിട്ടുന്നുണ്ട്. അതെ, കൊച്ചിനോട് പറഞ്ഞേര് അധികം ചവിട്ടുണ്ടെന്ന്, നല്ല ബില്ല. എനിക്കിപ്പോ ചക്ക തിന്നാനാ തോന്നുന്നേ. മനുഷ്യനെ പട്ട് കളിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അവർക്ക് രാവിലെ ആകുമ്പോൾ തുടങ്ങും ചക്ക, മാങ്ങ, പുളി, തേങ്ങ. പറ്റത്തില്ല. ഡോക്ടർ ഒന്നാമതെ പറഞ്ഞിട്ടില്ലേ, ഒന്നാമത്തെ ഗർഭപാത്രത്തിന് കട്ടിയില്ല. നമ്മുടെ കുഞ്ഞെങ്കിലും ആരോഗ്യത്തോടെ വളരണ്ടേ ചായ. ഞാൻ വരുന്നോടം വരെ ഈ ആഗ്രഹത്തിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതവിടെ വെച്ചേര്. കേറ്റ്. വേണോ? ഇല്ല വേണ്ട, കഴിച്ചോ. എന്നാ നാത്തൂന് ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. അടുത്ത ചെക്കപ്പ് എന്നാ? അതിന് അടുത്ത മാസമാ. അല്ല, അടുത്ത ചെക്കപ്പിനെ ഞാൻ കൂടെ വരായിരുന്നു. എന്തിന്?
ഇച്ചായം വന്നോളൂ. അവിടെ എപ്പോഴും ഭർത്താക്കന്മാരെയും കൂടെ എല്ലാവരും വരാറ്. ഓ, അപ്പം ഈ ഗൾഫിലൊക്കെ ഉള്ള ഭാര്യമാരുടെ ഭർത്താക്കന്മാർ ആഴ്ച വരുമായിരിക്കും അല്ലേ ഡോക്ടറെ കാണാൻ? ചേച്ചി ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ വരാൻ വാശി പിടിച്ചിട്ടുണ്ടോ? അതിന് ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ആ, ഉണ്ടായിരുന്നാലും ഞാൻ വരത്തില്ല. അതാ മാന്യതയുള്ളവർ. ഗർഭിണിയുടെ ഓരോ ആഗ്രഹങ്ങളെ ഇന്ന് അവർക്ക് ഇല ഉണ്ണണമെന്നാണ് പറയുന്നത്. എടാ, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ആ, അത് കാണും. അമ്മ ഇലയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ വലിയ വിഷം വെച്ചിട്ടുണ്ട്. അതേവിടെയും ചത്ത് പറിച്ച് കിടക്കുന്നതായിരിക്കും. അതല്ലടാ, ഈ ഗർഭത്തിലെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയൊന്നും നോക്കാത്തല്ലേ, ഞാൻ കെട്ടിക്കളെ കേട്ടോ. ഇപ്പം ഞാൻ കൊട്ടും. എടാ, അതല്ല ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ഗർഭമുണ്ട് തൊട്ട് തൊടിപ്പിച്ച് വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യത്തിലേ എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല, അതിപ്പോൾ ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ? ആ, നീ അവളുടെ സ്കാനിങ് റിപ്പോർട്ട് ഒന്ന് പൊക്കണം. അതിലറിയാൻ പറ്റുമല്ലോ. അത് യോജിക്കുമല്ലോ, അറിയോ? ഇവിടെ ഒന്നുമില്ല, ഞാനൊരു നേഴ്സല്ലേ, എനിക്ക് വായിച്ചാൽ മനസ്സിലാവത്തില്ലേ? പക്ഷേ അത് അവളെവിടെയാ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അതൊക്കെ നിന്റെ കഴിവാ, നീ കണ്ടുപിടിച്ചോണ്ട് വാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗർഭത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഈ കണ്ടിട്ടും കാണാത്തപ്പോൾ നടിക്കും, എന്റെ പാട്ട് കേട്ടിട്ടും കേൾക്കാത്തപ്പോൾ ഭവിക്കും. എത്ര കാലം കണ്ണും കാതും പൊത്തിയിരിക്കും, അത്ര കാലം കുറു നരികളിടം ഭരിക്കും. എന്താ ചായ? ഒന്നുമില്ല. വാഴല വെട്ടിയോ? ആ, പിന്നെ എന്നാ കഴിച്ചേക്കാം. അല്ല, ഞാൻ ചോറ് വിളമ്പിയിട്ട് വിളിക്കാം. പാട്ട് കേൾക്കുമായിരുന്നോ? ആ, ഈ അമ്മമാർ ഈ സമയത്ത് പാട്ട് കേട്ടാലേ കൊച്ചിന് നല്ല അതിനോടൊരു വാസന വരുമെന്ന്. നമ്മൾ കൊച്ചിന് തീറ്റ വാസന ഉണ്ടാകത്തുള്ളൂ. എന്താ പറഞ്ഞേ? അല്ല, അടുത്ത സ്കാനിങ്ങിൻ്റെ ഡേറ്റ് എപ്പോഴായിരുന്നു? എനിക്ക് ഓഫീസിൽ ലീവ് പറയാനിട്ടുണ്ട്. അവിടെ എൻ്റെ ഫയൽ ഇരിപ്പുണ്ട്, അതിൽ നോക്കിയാൽ മതി. ആ, കിടന്നോ. മേ കമ്മിങ് മാഡം? യെസ്. ആ, ഇന്ന് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഈ റിപ്പോർട്ടിൽ എവിടെയാണ് മാഡം എൻ്റെ ഭാര്യയ്ക്ക് യൂട്രസിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്? അങ്ങനെ ഒരു റിപ്പോർട്ട് നിമ്മിക്കില്ലല്ലോ. മേഡം അല്ലേ പറഞ്ഞു അവർക്ക് യൂട്രസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന്? ഞാൻ പറയുന്നത് അനീഷ് കേട്ടായിരുന്നു. അല്ല, മേഡം പറഞ്ഞെന്നാണ് അവൾ പറഞ്ഞത്. ആ, കഴിഞ്ഞ പ്രാവശ്യം സ്കാനിങ് വന്നപ്പോൾ നിങ്ങളുടെ പുള്ളിക്കാരത്തി എന്നാ പറഞ്ഞതെന്നറിയാവോ? എന്താ പറഞ്ഞത്? കുഴപ്പമില്ലാത്ത യൂട്രസിന് ഇപ്പോൾ കുഴപ്പമുണ്ടെന്ന് എന്തിനാ പറയണേ? ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഇങ്ങനെ പശു, ആട്, കോഴി, താറാവ് അങ്ങനെയൊക്കെ വളർത്തുന്നതാണേ. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട എല്ലാവരെയും. അപ്പോൾ ഇനിയാണേലും ഭയങ്കര ജോലി തിരക്കായിരിക്കുമേ. അപ്പോൾ സ്കാനിങ്ങിൽ എന്തെങ്കിലും ഒരു ഇതാണ്, അല്ലെങ്കിൽ നല്ല ബെഡ് റെസ്റ്റ് വേണം എന്നൊക്കെ ഒന്ന് പറയാമോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ? താൻ എന്താണോ വിചാരിച്ചേ, തനിക്ക് ഒപ്പം തുള്ളണം വല്ല പാവയാണെന്നോ? ആഹാ, താൻ വീട്ടിൽ ഗ്യാസ് ഊറ്റി നമുക്ക് വെള്ളം കോരിക്കൊടക്കുകയോ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇച്ചിരി പണികളൊക്കെ ഗർഭിണികൾക്ക് ചെയ്യാം, അല്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത രോഗാവസ്ഥയൊന്നും അല്ല. തനിക്ക് പറ്റുന്ന ജോലിയൊക്കെ താൻ ചെയ്യണം. ഡോ, ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ കിടന്ന് ഷോ കാണിച്ചോണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കംപ്ലൈൻറ്റ് ചെയ്യും കേട്ടോ. താനും എൻ്റെ ഭാര്യയുടെ യൂട്രസും കൊടുക്കോ. തൂക്കടി തൂക്കും. എന്നാ കൊണ്ടാണ് കാണിക്കുന്നേ? ആ, ഇവിടെ നമ്മളെ പറ്റിക്കല്ലായിരുന്നോ? അവളോട് ആരെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും ഗർഭകാലത്ത് സൂഹിക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പോകുമെന്ന്. അങ്ങനെ വല്ലതും പറഞ്ഞ് തലയെ കയറ്റിക്കൊണ്ട് വെച്ചാണോ? അതും പറഞ്ഞ് നീ അതിൻ്റെ അനുസരിച്ച് തുള്ളുവാണോ? പോകച്ചേ, ആ ചൂല അവൻ്റെ കൊടുത്ത് കൊച്ചു കയറിയാത്തോ? നീ അതങ്ങ് തൂക്ക്. ആ മോളെ, ഞാനവിടെ മീൻ വെട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നിന്നിട്ട് കാലയിൽ നീര് വരണ്ട. അവിടെ ഞാൻ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കയറി അങ്ങ് മീൻ വെട്ടിക്കും. ഓക്കോ.
ഞാനേ കട്ടിലെ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്, അതും കൂടെ അങ്ങ് മടക്കി വെച്ചേക്കേ. കടവാവല് തുറന്നു വരുവാ കടവാവല്. അമ്മേ ഈ അമ്മേ ഈ പറയക്കത്തക്ക ഞാൻ കണ്ടിട്ട് ഇവിടെ കാണാൻ പറ്റില്ല. അല്ല അതിപ്പോ ഞാനിപ്പോ ഒന്നുകൂടെ നാക്കൊടുക്കുന്നു. ഓക്കെ ഒരു മിനിറ്റ്, എന്റെ എക്സ്പ്രഷൻ. അയ്യോ സ്കാനിങ് കഴിഞ്ഞതാ, സോറി കേട്ടോ. ഡിലീറ്റ്. ഡയലോഗിലും സിനിമയിലും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വീട്ടിലെല്ലാം പണിയെടുക്കുന്നത് പാവ ഭർത്താക്കന്മാരായിരിക്കും.